ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഇന്ന് ഒരുപാട് ചിത്രങ്ങൾ, നല്ല നല്ല ചിത്രങ്ങൾ റിലീസായ ദിവസമാണ്. അതിൽ ഞാൻ ഓപ്റ്റ് ചെയ്ത ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെയും ടീമിന്റെയും ലാൽ സലാം എന്ന് പറഞ്ഞ പടമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഇതിനകത്ത് ഒറ്റയ്ക്ക് പെർഫോമർ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രജനികാന്ത് ഇന്നാൻഡസ് എന്ന് പറഞ്ഞ ഒരുപാട് മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു ഓൾ ടോട്ടൽ ഒരു ടീമിന്റെ എഫേർട്ടാണ്. അതോടൊപ്പം രജനികാന്തിന്റെ അല്ലെങ്കിൽ രജനി സാറിന്റെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഒരു ആക്ടിംഗ് ആണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈ മൂവി ശരിക്കും പറഞ്ഞ ഒരു തീംഡ് മൂവിയാണ്. ഇതിന്റെ ഡയറക്ഷൻ ഐശ്വര്യ രജനീകാന്ത് ആണ്. ഇതിന്റെ മ്യൂസിക് AR റഹ്മാനാണ്. അങ്ങനെ വമ്പൻ ടീംസ് ഒന്നിക്കുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന മൂവിയാണെങ്കിലും ഏതൊരു ഇന്ത്യക്കാരനും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഒരു മൂവി. ശരിക്കും രജനി സാറിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അദ്ദേഹമൊക്കെ ഇങ്ങനത്തെ മൂവി സെലക്ട് ചെയ്ത് അഭിനയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. ഓരോ മൊമെന്റിലും അദ്ദേഹം പണ്ടൊക്കെ നല്ല ഗംഭീരം ഡയലോഗ്സ് വെച്ച് നമ്മൾ ത്രസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഡയലോഗ് നമ്മളെ വികാരധീനരാക്കും, അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ. ശരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ് ഞാൻ പറയുന്നത്. എല്ലാ പടങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇനിയിപ്പോൾ കണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് പറയുകയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെ, ഒന്നും പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും പോയി കാണാൻ പറ്റണമെന്നില്ല, അതല്ല ഇവിടുത്തെ കാര്യം. ഇതിനകത്തെ എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 1990s സ്റ്റോറിയാണ് അവർ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ 1990s ആണ് കാണിക്കുന്നെങ്കിൽ പോലും ശരിക്കും 2024, 2023 കാലഘട്ടങ്ങളിലെ മനുഷ്യരെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നിപ്പോകും. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി സ്പർദ്ധ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ കൊലപാതകങ്ങൾ, ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷക്കാരുടെ പേരിൽ പ്രശ്നങ്ങൾ, ഭൂരിപക്ഷക്കാരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യത്തിൽ തന്നെ ജീവിക്കാൻ ഭയപ്പെടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പല മതസ്ഥരും ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് സുരക്ഷിതരാണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താകും എന്നൊരു ഭീതി അവർക്കുണ്ട്. ഭരണകർത്താക്കളെ കൊണ്ട് പ്രതിപക്ഷത്തിനെ കൊണ്ടും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ശരിക്കും എല്ലാവരിലും ചിന്തിക്കേണ്ടത്, എല്ലാ ഭാരതീയരും ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. രജനി സാറൊക്കെ ഈ ക്യാരക്ടർ ചെയ്തതിൽ ശരിക്കും ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. കാരണം അത് അത്രയ്ക്ക് നല്ല രീതിയിൽ അവരെന്താണോ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് പറയാൻ ഉദ്ദേശിച്ചത് ശരിക്കും നമ്മളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ലാൽ സലാം എന്ന് പറഞ്ഞ മൂവിയിൽ തോന്നിയിരിക്കുന്നത്. അതിന്റെ സിനിമാറ്റോഗ്രാഫി ആയാലും അതിന്റെ മേക്കപ്പ്, കോസ്റ്റ്യൂംസ് ഒക്കെ ഗംഭീരമാണ്. ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ്, സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയാണ്. അതിന് തിരുവിഴയൊക്കെ കാണിക്കുന്നതൊക്കെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് പോയി മസ്റ്റായിട്ടും കാണണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞൊരു തീംഡെന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ എവിടം ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ 1990s ആണ് കാണിക്കുന്നെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് ജനങ്ങൾ ഭയങ്കര ജാതിയിൽ ഒരുപാട് സ്പർദ്ധകൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ന്യൂജൻ എങ്ങനെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ പുകയുന്നുണ്ട് അല്ലെ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ. അപ്പൊ ഇന്ന ആൾക്കാർ, ഇന്ന ജാതിക്കാർ ഇവിടെ ജീവിക്കില്ല, അവരാണ് പ്രശ്നക്കാർ, അല്ലെങ്കിൽ മറ്റു ജാതിക്കാരാണ് ഇതിന് കാരണക്കാരെന്നൊക്കെ ഒരു വാർത്തകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ഈ സിനിമയൊക്കെ പോയി കണ്ട് ശരിക്കും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഉണർവേകും. നമ്മൾ ഇന്ത്യക്കാരനോർത്ത് നമ്മൾ അഭിമാനിക്കണം എന്ന് പറഞ്ഞിരുന്ന സിനിമ നമ്മളത് പലപ്പോഴും മറന്നു പോകുന്നു. ഏതൊരു നാട്ടിൽ നമ്മൾ പോയാലും ഇപ്പൊ ഏത് ജാതിയും ആയിക്കോട്ടെ, നമുക്ക് അതിനകത്ത് പറയുന്നൊരു ഗ്രേറ്റ് ഡയലോഗ് ഉണ്ട്. സ്പോയിലർ ആണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ദൈവം പലതായിരിക്കാം, നമ്മൾ അവരെ ആചരിക്കുന്ന രീതി പലതായിരിക്കാം, നമ്മുടെ ഡ്രസ്സിങ് രീതി പലതായിരിക്കാം, നമ്മുടെ ക്ഷേത്രങ്ങളോ നമ്മുടെ ആരാധനാലയങ്ങളോ വേറെ ലെവലിലായിരിക്കും, വേറെ പല തരത്തിലും ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ എല്ലാവരുടെയും ബ്ലഡ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞ അതിൻ്റെ ബ്ലഡാണ് നമ്മളിൽ ഒഴുകുന്നത്. അത് ഇന്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദു, ഇന്ത്യൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ എന്താ പറയുന്നത്, അങ്ങനെ ഇന്ത്യൻ പാഴ്സി, അങ്ങനെ ഏത് മതം പറഞ്ഞാലും അതിന്റെ മുൻപിൽ ഇന്ത്യൻ എന്നൊരു പേര് അല്ലെങ്കിൽ ഇന്ത്യൻ എന്നൊരു സ്ഥാനം, ഇന്ത്യൻ എന്നൊരു ഐഡന്റിറ്റി നമുക്കുണ്ട് എന്നാണ് ഈ ചിത്രം പറഞ്ഞു വെക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. രജനി സാറിന്റെ ബിഗ് ഫാനായി ഞാൻ ശരിക്കും മാറിയത് ഭാഷയ്ക്ക് ശേഷം ജയിലറായിരുന്നു. ജയിലറിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ ലാൽ സലാമും കൊണ്ട് അദ്ദേഹത്തിന്റെ മോർ ബിഗസ്റ്റ് ഫാനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒപ്പം അഭിനയിച്ച വിഷ്ണു വിശാല്, വിക്രാന്ത്, ഇവരൊക്കെ നല്ല വിഷ്ണു ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ് ഇതിനകത്ത്. വേറെ പറയാൻ പേരറിയാത്ത ഒരുപാട് ആൾക്കാർ ഗംഭീര പെർഫോമൻസ് കാണിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സോ വാച്ച് ദ മൂവി ഇൻ തിയേറ്റർ. വീണ്ടും ഒരു മൂവിയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.